വിശുദ്ധന്മാരെ ചേർക്കുവാനായി യേശു വീണ്ടും വരുമല്ലോ. വിശുദ്ധന്മാരെ ചേർക്കുവാനായി യേശു വീണ്ടും വരുമല്ലോ. പ്രതിഫലങ്ങൾ നേടിടുന്ന നാളിനായൊരുങ്ങിടാം. പ്രതിഫലങ്ങൾ നേടിടുന്ന നാളിനായൊരുങ്ങിടാം. താഴ്മഭക്തി എന്നിവയ്ക്ക് യേശു നൽകും പ്രതിഫലം. താഴ്മഭക്തി എന്നിവയ്ക്ക് യേശു നൽകും പ്രതിഫലം. ധനവും മാനം നിത്യജീവൻ നേടിടുന്നു നിശ്ചയം. ധനവും മാനം നിത്യജീവൻ നേടിടുന്നു നിശ്ചയം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധരായിരിക്കുക എന്നത് ദൈവം തൻ്റെ ജനത്തിന് നൽകിയ കൽപ്പനയാണ്. ലേവ്യ പുസ്തകം 20:26 ഇപ്രകാരമാണ്: യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. മറ്റ് ജാതികളിൽ നിന്നും ദൈവജനത്തെ വേർതിരിച്ചറിയുന്നത് അവരുടെ വിശുദ്ധ ജീവിതം കൊണ്ടാണ്. ആവർത്തനം 7:6 ഇപ്രകാരമാണ്: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. പഴയ ഇസ്രായേലിന് ദൈവം നൽകിയ അതേ ചട്ടം തന്നെയാണ് പുതിയ ഇസ്രായേലാകുന്ന സഭയ്ക്കും നൽകിയിരിക്കുന്നത്. 1 പത്രോസ് 1:14-16 വരെയുള്ള വാക്യങ്ങളിൽ പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവനും അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവേൻ. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായ യാഗമായി സമർപ്പിപ്പീൻ. 12:1. എന്തുകൊണ്ട് നാം വിശുദ്ധരാകണം? എബ്രായർ 12:14. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പർവ്വതപ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞത്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. വിശുദ്ധി ആകമാനം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെയും അധാർമിക പ്രവർത്തനങ്ങൾ ആണ്. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചത് തന്നെ ഇന്നും സംഭവിക്കുന്നു. പാപം പെരുകിയിരിക്കുന്നു. വിശുദ്ധി നഷ്ടപ്പെട്ട ഇന്നത്തെ സമൂഹത്തിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്ത് വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ചിന്തയിലും വിശുദ്ധി പാലിച്ച് ജീവിപ്പാൻ കഴിയണം. ഇസ്രായേലിനെ വിശുദ്ധീകരിച്ച് സ്വന്തം ജനമാക്കി തീർത്തത് അവരോടുള്ള സ്നേഹനിമിത്തമായിരുന്നു എന്ന് ആവർത്തനം 7:8 പറയുന്നു. നമ്മുടെ പദവികളോ ഉന്നത സ്ഥാനമോ നമ്മളുടെ സമ്പത്തോ വിദ്യാഭ്യാസമോ ഒന്നും കണ്ടുകൊണ്ടല്ല നമ്മെ തിരഞ്ഞെടുത്തത്. പിന്നെയോ നമ്മോടുള്ള ദിവ്യമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ സ്നേഹം ആ കാൽവരി കുരിശിൽ കാണുന്നത്. 1 യോഹന്നാൻ 3:1 പറയുന്നത്: നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. തൻ്റെ പുത്രനെ യാഗമായി നൽകി നമ്മെ സ്നേഹിച്ച സ്നേഹം, കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ സ്നേഹിച്ച് അവൻ്റെ ജനമാക്കി തീർത്ത സ്നേഹം. ഈ സ്നേഹത്തോട് പ്രതികരിക്കുന്നത് വിശുദ്ധി പാലിച്ചുകൊണ്ടായിരിക്കണം. നാം വിശുദ്ധി പാലിക്കേണ്ടത് എങ്ങനെയാണ്? ആവർത്തനം 7:1 മുതലുള്ള വാക്യങ്ങളിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്. ജാതികളോട് യാതൊരു ഉടമ്പടിയും നീ ചെയ്യരുത്. അവരുമായി വിവാഹബന്ധം കൂടരുത്. വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. അതായത് വിശുദ്ധ പദവി നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുള്ള യാതൊരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. യഹോവയായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ദൈവത്തെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് വിശുദ്ധിയിൽ നിലനിൽക്കുന്നത്. നമ്മിൽ 2 തലത്തിൽ ഉള്ള വിശുദ്ധി ഉണ്ടാവണം. ഒന്ന്, ആത്മീയ വിശുദ്ധി, സ്പിരിച്വൽ ഹോളിനെസ്. ലോകം പാപത്താൽ നിറയപ്പെട്ടതാണ്. അതുകൊണ്ട് ലോകത്തെ വെറുക്കണം എന്ന് പറയുന്നില്ല. പിന്നെയോ ഈ ലോക പാപം നമ്മെ സ്വാധീനിച്ച്
വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. യോഹന്നാൻ 17:17 കർത്താവ് പ്രാർത്ഥിക്കുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അതായത് സത്യവചനത്താൽ ഉള്ള ആത്മീക വിശുദ്ധിയ നമുക്ക് നൽകിയിരിക്കുന്നത്. ആത്മീക വിശുദ്ധി ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. 2, ധാർമ്മിക വിശുദ്ധി, എത്തിക്കൽ ഹോളിനസ്. ആത്മീക വിശുദ്ധി പ്രാപിച്ചവർ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കണം, ആത്മാവിൻ്റെ പ്രവൃത്തികളെ സ്വീകരിക്കുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും വേണം. ഗലാത്യർ 5:24 പറയുന്നത്, ക്രിസ്തുവേശുവിനുള്ള ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കണം എന്ന. അതായത് ലോകപ്രകാരമുള്ള ഒന്നിനും അനുരൂപരാകാതെ ദൈവഹിതം മനസ്സിലാക്കി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. നമ്മെ തിരഞ്ഞെടുത്ത് തൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് തൻ്റെ ജനമാക്കി തീർത്തിരിക്കുകയാണ്. നാം ദൈവത്തിനുള്ളവരാ. അതുകൊണ്ട് സത്യവചനത്താൽ ആത്മീക വിശുദ്ധിയിൽ ജീവിച്ചും ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടുമാറി ധാർമ്മിക വിശുദ്ധിയിൽ ജീവിച്ചും സ്വർഗീയ ഭവനത്തിൻ്റെ അവകാശം നാം പ്രാപിക്കണം. കർത്താവേ, ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോർ ചെയ്ത് വിശുദ്ധ ജീവിതം നയിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. മനവും മുഖവും വാടിടുന്നൊരാശയറ്റ ജീവിതം, മനവും മുഖവും വാടിടുന്നൊരാശയറ്റ ജീവിതം, തളർച്ച മാറ്റും ക്രിസ്തുവിന്റെ രുധിരത്തിന്റെ സാന്ത്വനം, തളർച്ച മാറ്റും ക്രിസ്തുവിന്റെ രുധിരത്തിന്റെ സാന്ത്വനം. താഴ്മ ഭക്തി എന്നിവയ്ക്ക് യേശു നൽകും പ്രതിഫലം, താഴ്മ ഭക്തി എന്നിവയ്ക്ക് യേശു നൽകും പ്രതിഫലം. ധനവും മാനം നിത്യജീവൻ നേടിടുന്നു നിശ്ചയം, ധനവും മാനം നിത്യജീവൻ നേടിടുന്നു നിശ്ചയം. കുരിശിൻ ചുവട്ടിൽ പാപഭാരമർപ്പണം ചെയ്തിടുകിൽ, കുരിശിൻ ചുവട്ടിൽ പാപഭാരമർപ്പണം ചെയ്തിടുകിൽ, കുരിശു വഹിച്ച രക്ഷകന്റെ കരമതെല്ലാം ഏറ്റിടും, കുരിശു വഹിച്ച രക്ഷകന്റെ കരമതെല്ലാം